everyone, welcome to Aifer Education. This is Tasmiya Rashid. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്യാൻസൽ എക്സാമിൻ്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ക്യാൻസലായി റീ എക്സാം നടത്തി അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസിൽ കുറേ ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സോ ഉടനെ തന്നെ ഒഫീഷ്യൽ ആൻസർ കീ വരും എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിനി നോക്കുന്നത് നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻസ് യൂട്ടിലൈസ് ചെയ്യാമെന്നല്ലാതെ അല്ലെങ്കിൽ PYQs നമ്മൾ പഠിക്കാമെന്നല്ലാതെ വി ആർ ഫോക്കസിങ് ഫോർ ദി നെക്സ്റ്റ് എക്സാം, ഇസ്ന്റ് ഇറ്റ്? സോ നമ്മൾ നെക്സ്റ്റ് എക്സാം ഫോക്കസ് ചെയ്യാമെന്നുള്ളതാണ്. സോ സെപ്റ്റംബറിൽ നിന്ന് ഡിസംബറിലേക്ക് ഇനിയൊരു വലിയൊരു ടൈം പീരീഡ് നമുക്കില്ല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി ഏറ്റവും നന്നായിട്ട് ആ ഒരു ടൈം പീരീഡ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ഈസ് ദി ബെസ്റ്റ് തിങ് വാട്ട് വി ക്യാൻ ഡു നൗ. ഓക്കെ, സോ നെറ്റ് കിട്ടുമായിരിക്കാം, JRF കിട്ടുമായിരിക്കാം. ദി എക്സ്പെക്ടേഷൻ ഈസ് വെരി ഹൈ. നമ്മളെല്ലാവരും ഹൈ ആയിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുകയാണ്. പക്ഷെ സ്റ്റിൽ ഇനി ഇൻ കേസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, കാരണം PhDയുടെ സ്കോർ വരെ, PhD എൻട്രൻസിലുള്ള സ്കോർ വരെ നെറ്റ് എക്സാമിൽ നിന്നാണ് വരുന്നത് അല്ലേ? സോ നമ്മൾ ഇൻ കേസ് നമ്മൾ വിചാരിച്ചതുപോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു പ്രിപ്പയർ ഫ്രം ദി ഏർലിയസ്റ്റ്. ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. സോ നമ്മൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യുന്നതോ നമ്മൾ ഒരിക്കലും പഠിക്കുന്നതോ നമ്മുടെ ഇൻഫർമേഷനോ നമ്മൾ പഠിച്ചെടുക്കുന്നതോ നമ്മൾ കളക്ട് ചെയ്യുന്നതോ ഒന്നും നമുക്ക് വെറുതെ ആവില്ല. അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ഡിസംബറിലേക്ക് വലിയ ദൂരമില്ല. നമ്മൾ ആ ഒരു ടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സാമിലേക്ക് വളരെ നിയർ ടു ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ JRF ട്രാക്ക് ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കറിയാം വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമാണ്. ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് കിട്ടും. പക്ഷേ ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ എല്ലാ റിസോഴ്സസും അറ്റ് ദ സെയിം ടൈം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു വളരെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? സോ ആ ഒരു വേണ്ട എല്ലാ റിസോഴ്സസും എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്രാക്ക് ബാച്ച് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, നമ്മൾ നിങ്ങൾക്കായിട്ട് മുന്നോട്ട് വെക്കുന്നത്. സോ നമുക്ക് എല്ലാ കംപ്ലീറ്റ് സിലബസും ലൈവ് സെഷൻസ് ആയിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇൻ കേസ് നിങ്ങൾ വർക്കിംഗ് ആയിരിക്കാം, നിങ്ങൾ പഠിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഹെക്ടിക് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരായിരിക്കാം. എനി ഹൗ ഇൻ കേസ് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ 10,000+ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. PYQ മാത്രമല്ലാതെ ഡെയിലി ടെസ്റ്റും വീക്ക്ലിയും മന്ത്ലിയും ARF ഒക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതും വെറും ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇൻക്ലൂഡിങ് എക്സ്പ്ലനേഷൻസ് ആൻഡ് ഇൻക്ലൂഡിങ് എവറിത്തിങ്. ഇത് കൂടാതെ ടു ദി ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ JRF ക്ലബും റിവിഷൻസും എല്ലാം തന്നെ നടത്തുന്നുണ്ട്. സോ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള പാക്കേജാണ് JRF ട്രാക്ക് ബാച്ചിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്, സ്റ്റഡി പ്ലാൻ ആൻഡ് അവൈലബിൾ ആണ്, ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, ആൻഡ് എവറിത്തിങ് ഈസ് ഹിയർ. നിങ്ങൾ ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതി. അത്രയും ഹാപ്പി ആയിട്ടൊരു ലേണിംഗ് ഇക്കോസിസ്റ്റമാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏറ്റവും ഉടനെ തന്നെ നമ്മുടെ JRF ട്രാക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. സോ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ തന്നെ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് പലവിധ ഓഫേഴ്സും Aifer പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. സ്റ്റുഡൻസിന് 10% ഓഫർ ഉണ്ട്. ഇനി നിങ്ങൾ ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിൽ അതിന് പ്രത്യേക ഓഫർ ഉണ്ട്. അത് കൂടാതെ ഇഫ് യു ആർ ആൻ എലംനി ഓഫ് Aiferലെ ഒരു എലംനി ആണെങ്കിൽ നിങ്ങൾക്ക് 35% ഓഫ് ഉണ്ട്. ഇത് കൂടാതെ നിങ്ങൾ എസ്പെഷ്യലി മദേഴ്സാണ്. സോ നമ്മൾ മദർഹുഡൊക്കെ ആയി കഴിയുമ്പോഴാണ് ഒരുപാട് തിരക്കുണ്ട്, കുട്ടിയെ നോക്കണം, നമ്മൾ പഠിക്കേണ്ടെന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ Aifer നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫീല് തന്നെ ഓഫറോട് കൂടിയിട്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നെറ്റ് ഹോൾഡേഴ്സും JRF ഹോൾഡേഴ്സും വരുന്നത് മദേഴ്സ് ആയിട്ടുള്ളവരാണ്. സോ ഏറ്റവും നന്നായിട്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ഉടനെ തന്നെ നെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് കൂടാതെ നമ്മുടെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട്. സോ പേപ്പർ 1ൻ്റെയും ഇംഗ്ലീഷിൻ്റെയും QR കോഡ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസും അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസും അത് കൂടാതെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവൈലബിൾ ആവും. സോ ഏറ്റവും ഉടനെ തന്നെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഏറ്റവും ഉടനെ തന്നെ JRF ട്രാക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു 9 to 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെഷനിൽ നമ്മൾ അതുപോലെ വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ക്യാൻസൽഡ് എക്സാമിന് ഉണ്ടായിരുന്നത്. പക്ഷേ എനി ഹൗ നമ്മൾ എപ്പോഴും PYQസിന് ഏറ്റവും അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യാറുള്ളത്, ഇസ്ന്റ് ഇറ്റ്? സോ അതേപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദി ഫസ്റ്റ് വൺ. Who among the following observed that a particular quote is given here? ഒരു quote കൊടുത്തിട്ടുണ്ട്. You can see it here.
Oh my body, make of me always a man who questions. That is the quote given here. And it is asked that who quoted this or who commented this. ആരാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. You can go through the quote once again. Oh my body. It's about body. അല്ലെങ്കിൽ ആ ഒരു ബോഡി പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതാണ് അവിടെ പറയുന്നത്. And you can see that make of me always a man who questions. You can see some kind of resistance there. ഒരു kind of resistance നമുക്ക് അവിടെ പ്യുവർലി നമുക്ക് ആ ഒരു ലൈൻസ് ബിറ്റ്വീൻ ദി ലൈൻസ് നമ്മൾ വായിക്കുന്ന സമയത്ത് യു ക്യാൻ സീ എ കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ദെയർ. ഓക്കെ, സോ ആ ഒരു റെസിസ്റ്റൻസ് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ കോട്ട് ആരാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗോയിങ് ത്രൂ ദി ഓപ്ഷൻസ് ഗിവൺ ദെയർ യു ക്യാൻ സീ ദാറ്റ് അവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം എങ്ങനെയാണ്? ദി ഫസ്റ്റ് വൺ ഇസ് ടിനു എച്ചെബെ, ഫ്രാൻസ് ഫാനൻ, then comes ന്യൂഗി വാ തിയോങ്കോ ആൻഡ് ലാസ്റ്റ് വൺ ടോണി മോറിസൺ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു കോട്ടിലൂടെ ഒരു റെസിസ്റ്റൻസ് ആണ് കാണുന്നതെന്ന് പറഞ്ഞു. സോ ആ ഒരു റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഓപ്ഷൻസിൽ യു ക്യാൻ സീ പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സിൻ്റെ ഓപ്ഷൻസ് ആണ് അല്ലെങ്കിൽ നെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു പോസ്റ്റ് കൊളോണിയൽ റൈറ്റിംഗ് ആണ്, ഒരു പോസ്റ്റ് കൊളോണിയൽ കമൻറ്റ് ആണ്, കോട്ടാണെന്നുള്ളത് ഇറ്റ്സ് വെരി ക്ലിയർ ദെയർ. അതിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ ഫ്രം ദി ലാസ്റ്റ് ഫ്രേസ് ഇറ്റ് സെൽഫ് ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ബോഡി ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ആ ഒരു ക്വസ്റ്റ്യനിങ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പോവുകയാണ് എന്നതിൽ തന്നെ ഇറ്റ്സ് വെരി ക്ലിയർ. സോ ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതിൽ ദി റൈറ്റ് ആൻസർ ഈസ് ഫ്രാൻസ് ഫാനൻ. ഫ്രാൻസ് ഫാനൻ ആണ് ഹു മെയ്ഡ് ദിസ് കമൻറ്റ്. ഓക്കെ, ഫ്രാൻസ് ഫാനനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന റൈറ്ററാണ്. അൾജീരിയൻ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് റൈറ്റിങ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് റൈറ്റിങ്സ് എഴുതിയിട്ടുള്ള, അതേപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ നറേറ്റീവ്സ് ആണെങ്കിലും നോൺ ഫിക്ഷണൽ പ്രോസുകളാണെങ്കിലും റിഗാർഡിംഗ് പോസ്റ്റ് കൊളോണിയലിസം, അതേപോലെ തന്നെ റെസിസ്റ്റൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റൈറ്റിങ്സ് എഴുതിയിട്ടുള്ള റൈറ്ററാണ് ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്നത്. സോ ഹി മെയ്ഡ് ദി കമൻറ്റ് ഓ മൈ ബോഡി മേക്ക് ഓഫ് മീ ഓൾവേസ് എ മാൻ ഹു ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ്സ് ഗിവൺ ഇൻ ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് എന്നുള്ളത് ഫ്രാൻസ് ഫാനൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള വോക്കാണ്. സോ ഈ ഒരു വോക്കിലാണ് ഈ ഒരു പെർട്ടിക്കുലർ കോട്ട് വരുന്നത്. ഓക്കെ, സോ കൊളോണിയൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഹി ഈസ് വെരി ഫെമിലിയർ അബൌട്ട് ദി കൊളോണിയൽ വയലൻസ്. സോ ആ ഒരു കൊളോണിയൽ വയലൻസിൻ്റെ വിക്ടിംസിനെ കുറിച്ചും അതുപോലെ തന്നെ അൾജീരിയൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചുമാണ് ആക്ച്വലി ദിസ് ബുക്ക് ഡീൽസ് വിത്ത്. അതേപോലെ തന്നെ ഫ്രാൻസ് ഫാനൻ്റെ വർക്ക്സിലെല്ലാം യു ക്യാൻ സി ഈ ഒരു കാര്യങ്ങൾ പൊതുവായിട്ട് ഈ ഒരു കാര്യങ്ങൾ പോസ്റ്റ് കൊളോണിയൽ നറേറ്റീവ്സും പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഒക്കെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. എനി ഹൗ ദിസ് കോട്ട് ഈസ് ടേക്കൺ ഫ്രം ബ്ലാക്ക് സ്കിൻ ആൻഡ് വൈറ്റ് മാർക്സ് റിട്ടൺ ബൈ ഫ്രാൻസ് ഫാനൻ. ഓക്കെ, സോ അതർ ഓപ്ഷൻസ് നമുക്ക് എപ്പോഴും ഡൗട്ട് വരും, കാരണം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി എന്താണ് പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷനുള്ള ചാൻസ് കൂടുതലാണ്. സോ പഠിച്ചിരിക്കുക, കാരണം ഇങ്ങനെയുള്ള കോട്ട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി റിഗാർഡിംഗ് ലിറ്റററി ടെക്സ്റ്റ്. പോസ്റ്റ് കൊളോണിയൽ ആണെങ്കിലും അതുപോലെ തന്നെ ലിറ്റററി ടെക്സ്റ്റുകൾ ഇങ്ങനത്തെ വരുന്ന കോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ചില വർക്ക്സ് ക്ലാസിക്കൽ വർക്ക്സിൻ്റെയൊക്കെ വളരെ ഫേമസ് ആയിട്ട് കോട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ സെൻറ്റൻസസ് ഉണ്ടാവും, അതൊക്കെ തന്നെയും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ലൈൻ, എൻഡിങ് ലൈൻ, ഇതൊക്കെ തന്നെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് among the following chapters is the distinct feature of the latest edition of MLA Handbook? Okay, നമുക്ക് MLA Handbookനെ കുറിച്ച് അറിയാം. Modern Language Association, isn't it? Modern Language Association, okay, Modern Language Association പബ്ലിഷ് ചെയ്യുന്ന വർക്ക്സ് ആണ്. സോ ഓരോ തവണയും എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഫീച്ചേഴ്സ് എക്സ്ട്രാ ആയിട്ട് ആ ഒരു MLA ഹാൻഡ് വരാറുണ്ട്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന റിസർച്ച് പേപ്പേഴ്സ് അല്ലെങ്കിൽ തീസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി എങ്ങനെയാണ് സൈറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബിബ്ലിയോഗ്രഫി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്യേണ്ടത് തുടങ്ങി ഒരു റിസർച്ച് പേപ്പറിൻ്റെ യൂണിഫോമിറ്റിയാണ് ആക്ച്വലി ഈ ഒരു MLA ഹാൻഡ് ഓരോ വർഷം പബ്ലിഷ് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്തവണത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനിൽ എന്ത് ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 9th എഡിഷനിൽ എന്ത് ഡിഫറൻസസ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മളൊരു യൂട്യൂബ് ലിങ്കാണ് നമ്മൾ നമ്മുടെ ബിബ്ലിയോഗ്രഫിയിൽ സൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റെഫറൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സൈറ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഒരുപാട് അതുപോലെ തന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആസ് യൂഷ്വൽ അതൊക്കെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആയിട്ടാണ്. ബട്ട് ദിസ് ഈസ് അബൌട്ട് എൻ നെക്സ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ് ചാപ്റ്ററിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദി
Options given here are the mechanics of prose, principles of inclusive language, documenting sources and overview. Documenting sources and overview നമുക്കറിയാം എല്ലാ തവണയും ഡോക്യുമെന്റേഷനെ കുറിച്ചാണ് MLA Handbook always talks about. Okay, so അതൊരു വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. സോ നമുക്കറിയാം അത് വരില്ല, കാരണം എല്ലാ തവണയുള്ള എഡിഷനിൽ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഡിസ്റ്റിങ് ഫീച്ചർ അല്ല ഒരിക്കലും. Then comes formatting your research project. അതും എല്ലാ പ്രാവശ്യവും MLA ഹാൻഡ്ബുക്കിൻ്റെ ഒരു കോർ ഫീച്ചറാണ് ഹൗ ടു ഫോമാറ്റ് യുവർ റിസർച്ച് ടോപ്പിക് എന്നുള്ളത്. സോ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ബേസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ആൻഡ് ഓൾസോ ദി മെക്കാനിക്സ് ഓഫ് പ്രോസ് ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നോർമലായിട്ട് വരുന്നതാണ്. ഇറ്റ്സ് അബൌട്ട് സംതിങ് ഡിസ്റ്റിങ്ക്റ്റ്. സോ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂസീവ് ലാംഗ്വേജ്. എന്താ ഇൻക്ലൂസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? സോ ഇപ്പോഴുള്ള ഒരു കറണ്ട് ഇറയിൽ അല്ലെങ്കിൽ ഒരു കറണ്ട് ട്രെൻഡിൽ യു ആർ വെരി വെൽ അവെയർ ദാറ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ഇൻക്ലൂസിവിറ്റി ഒരു ഫീച്ചർ ചെയ്തിട്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. അത് എഡ്യൂക്കേഷനിലാവട്ടെ, നമ്മുടെ വർക്ക് സ്പേസിലാവട്ടെ, ഓർ സൊസൈറ്റിയിലാവട്ടെ, എവ്രിവെയർ നമ്മൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സ്പേസാണ് വി ഓൾവേസ് തിങ്ക് ഓഫ്. ഇസിൻറ്റ്? അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത്. സോ ഹിയർ MLA അല്ലെങ്കിൽ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ വാട്ട് ദിസ് സേസ് ഇസ് ദാറ്റ് അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് തന്നെ ആവട്ടെ, ക്ലാസ് ഡിഫറൻസ് ഉണ്ടാവും, എത്നിസിറ്റി ഡിഫറൻസ് ഉണ്ടാവും, ജെൻഡർ ഡിഫറൻസ് ഉണ്ടാവും, റേസ്, റിലീജിയൻ, വാട്ട് എവർ ഡിഫറൻസ് ഇറ്റ് ഈസ്, ആ ഒരു ഡിഫറൻസ് വരാതെ അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് റിസർച്ച് പേപ്പേഴ്സിൽ ഇൻക്ലൂസീവ് ലാംഗ്വേജിൻ്റെ യൂസ് ആണ് ആക്ച്വലി ഈ ഒരു പുതിയ എഡിഷനിൽ MLA ഫോർമാറ്റിൽ അല്ലെങ്കിൽ MLA ഹാൻഡ്ബുക്കിൽ വന്നിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ചാപ്റ്റർ, സ്പെഷ്യൽ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ചാപ്റ്റേഴ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വളരെ ആദ്യം എടുത്ത് കാണിക്കുന്ന ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂസീവ് ലാംഗ്വേജ്. ഇൻക്ലൂസീവ് ലാംഗ്വേജിൻ്റെ ആ ഒരു പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ആ ഒരു എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ടോപ്പിക്സ്. ഇപ്പോൾ നമ്മൾ റിലീജിയനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സമയത്ത് ട്രൂലി സെൻസിറ്റീവ് അല്ലേ, ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, so that's about the second question. Now we are moving to the third one. Here you can see a match the following. ലിസ്റ്റ് 1 കൊടുത്തിട്ടുണ്ട്, ഡ്രമാറ്റിസ്റ്റുകളുടെ നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലിസ്റ്റ് 1 ഡ്രമാറ്റിസ്റ്റുകളുടെ നെയിം കൊടുത്തിട്ടുണ്ട്. മാച്ച് ദി ഫോളോയിങ് എപ്പോഴും നെറ്റിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്തവണ കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു, പക്ഷേ എപ്പോഴും വർക്ക്സ് വരാറുണ്ട്, അതിൻ്റെ ഓതേഴ്സ് വരാറുണ്ട്, ചില സമയത്ത് ലൈൻസ് വരാറുണ്ട്, അതിൻ്റെ ഏത് പോയറ്റാണെന്ന് ചോദിക്കാറുണ്ട്, ചില കേസസിൽ ഇയർ ഓഫ് പബ്ലിക്കേഷനും ഓതറും അല്ലെങ്കിൽ ഇയർ ഓഫ് പബ്ലിക്കേഷനും വർക്കും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എനിഹൗ മാച്ച് ദി ഫോളോയിങ് എല്ലാ ടൈമിലും ഒരുപാട് ചോദിക്കുന്നൊരു ഏരിയ ആണ്. So this time asked about list 1 is about dramatist. കുറച്ച് ഡ്രമാറ്റിസ്റ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ തിയേറ്ററിക്കൽ ഫോം ഓർ ടെക്നിക്. ഓക്കെ, കുറച്ച് തിയേറ്ററിക്കൽ ഫോം അല്ലെങ്കിൽ ടെക്നിക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തിയേറ്ററിക്കൽ ഫോം ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? തിയേറ്റർ ഓഫ് ക്രുവൽറ്റി, ഡ്രീം പ്ലേ, എസ്ട്രേഞ്ച്മെൻറ്റ് എഫക്റ്റ് ആൻഡ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്. അങ്ങനെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ടെക്നിക്സ് കൊടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ടെക്നിക്സ് കൊടുത്തിട്ടുണ്ട്. സോ യു വാണ്ട് ടു ഐഡൻറ്റിഫൈ വിച്ച് ഓൾ ഡ്രമാറ്റിക്സ് ഗോ ഫോർ ദീസ് തിങ്സ്. ഇതിൽ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ കമ്മിങ് ടു ദി നമ്മൾ ഡ്രമാറ്റിസ്റ്റിനെ നോക്കുന്നില്ല, നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കി തുടങ്ങാം, ആ ഒരു തിയേറ്റേഴ്സിനെ നോക്കി തുടങ്ങാം. ആൻഡ് ദി ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് തിയേറ്റർ ഓഫ് ക്രുവൽറ്റി. തിയേറ്റർ ഓഫ് ക്രുവൽറ്റി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ്. സോ ഒരു 20th സെഞ്ചുറിയിലൊക്കെ അവാൻഗാർഡ് മൂവ്മെൻ്റ് ഒക്കെ വന്ന സമയത്ത് 20th സെഞ്ചുറിയിലൊക്കെ വന്നിട്ടുള്ളൊരു ലിറ്റററി ഇന്നോവേഷനാണ് തിയേറ്റർ ഓഫ് ക്രുവൽറ്റി എന്ന് പറയുന്നത്. അത് പോപ്പുലറൈസ് ചെയ്തതും അത് തിയറൈസ് ചെയ്തതും ഒരൊറ്റ റൈറ്ററാണ്, ഒരൊറ്റ ഡ്രമാറ്റിസ്റ്റ് ആണ്. ഇറ്റ്സ് ആൻ്റണിൻ അർട്ടോഡ്. നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും തിയേറ്റർ ഓഫ് ക്രുവൽറ്റി എന്ന് വരുമ്പോൾ വരേണ്ട ഒരു നെയിം എന്ന് പറയുന്നത് ഈ ഒരു ആൻ്റണിൻ അർട്ടോഡിൻ്റെ നെയിം ആയിരിക്കണം. ഹീസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് തിയേറ്റർ ഓഫ് ക്രുവൽറ്റി. തിയേറ്ററിലെ കംപ്ലീറ്റ് ക്രുവൽറ്റി കൊണ്ടുവരാന്നുള്ളതാണ്. കാരണം റിവെഞ്ച് ട്രാജഡീസ് ഒക്കെ നമ്മൾ വെബ്സ്റ്ററിൻ്റെയും ഫ്ലെച്ചറിൻ്റെയും ഒക്കെ പഠിക്കുന്ന സമയത്ത് യു നോ വെരി വെൽ ദാറ്റ് ആ ഒരു റിവെഞ്ച് ട്രാജഡി കംപ്ലീറ്റ്ലി ബ്ലഡ് ഷെഡ് ആയിരിക്കും, വയലൻസ് ആയിരിക്കും, റിവെഞ്ച് ആയിരിക്കും. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഓക്വേർഡ് ഫീലിംഗ് വരും. സോ ആ കൈൻഡ് ഓഫ് ഒരു പ്ലേസ് ഒക്കെ എഫക്റ്റ് ചെയ്തിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഒരു തിയേറ്ററിക്കൽ ഫോമാണ് തിയേറ്റർ ഓഫ് ക്രുവൽറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ മേജർ പ്രൊപ്പണൻറ്റ് അല്ലെങ്കിൽ മേജർ പേഴ്സൺ ബിഹൈൻഡ് ദാറ്റ് ഈസ് ആൻ്റണിൻ അർട്ടോഡ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് പോയറ്റും ഡ്രമാറ്റിസ്റ്റും ഒക്കെ ആയിരുന്നു. ഓക്കെ, സോ 20th സെഞ്ചുറിയിൽ അവാൻഗാർഡ് മൂവ്മെൻറ്റിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ തിയേറ്ററിക്കൽ ഫോമാണ് ഈ ഒരു തിയേറ്റർ ഓഫ് ക്രുവൽറ്റി എന്ന് പറയുന്നത്. സോ സി ഗോസ് വിത്ത് 1.
Okay, now coming to the second one, that is a dream play. Dream play നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കാം. സോ ഒരു 1901 എഴുതി 1902 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ് ശരിക്കും ഡ്രീം പ്ലേ എന്ന് പറയുന്നത്. അതൊരു ഒരു ഫാൻറ്റസി പ്ലേ ആണ്. പേര് പറയുന്നത് പോലെ ഡ്രീം പ്ലേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫാൻറ്റസി പ്ലേ ആണ്. നോട്ട് അറ്റ് ഓൾ വെരി റിയൽ. അതൊരു 14 സീൻസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ് ഈ ഡ്രീം പ്ലേ എന്ന് പറയുന്നത്. 1901 എഴുതി 1902 പബ്ലിഷ് ചെയ്തു. ഓക്കെ, ആൻഡ് 14 സീൻസ് ആണ് അതിന് വരുന്നത്. 14 സീൻസ് ആണ് വരുന്നത്. സോ ഇറ്റ് ഗോസ് വിത്ത് അഗസ്റ്റ് സ്ട്രിൻബർഗ്. അഗസ്റ്റ് സ്ട്രിൻബർഗിൻ്റെ ആണ് ഡ്രീം പ്ലേ എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ ഫാൻറ്റസി പ്ലേ ആണ്, അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഒരു അഗസ്റ്റ് സ്ട്രിൻബർഗ് എന്ന് പറയുന്നത് ആന്റോൺ എർട്ടോഡ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് റൈറ്റർ ആയിരുന്നെങ്കിൽ, ഫ്രഞ്ച് ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നെങ്കിൽ അഗസ്റ്റ് സ്ട്രിൻബർഗ് എന്ന് പറയുന്നത് ഹീസ് എ സ്വീഡിഷ് റൈറ്ററാണ് അഗസ്റ്റ് സ്ട്രിൻബർഗ് എന്ന് പറയുന്നത്. ഓക്കെ, now coming to the third one. So C1 വന്നു. ബി ഏതാ വന്നത്? സോ B goes with not B, it's D, isn't it? D goes with 2. Okay, now coming to the third one, that is estrangement effect. Estrangement effect നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലേ? നമ്മൾ ഫോർമലിസം പഠിച്ച സമയത്ത് സ്ട്രെയിൻ ചെയ്യാണ്, നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് കാണുന്ന കാര്യങ്ങളെ ഡീഫെമിലിയറൈസ് ചെയ്യുകയാണ്. ഓക്കെ, വെർഫ്രംഡൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റഷ്യൻ ഫോർമലിസത്തിൽ. സെയിം തിങ്, നമ്മൾ എപ്പോഴും കാണുന്ന ചെറിയ കാര്യങ്ങൾ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, ലിറ്റററി വർക്ക്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡീഫെമിലിയറൈസ് ചെയ്ത് കാണിക്കുകയാണ്. അതിനാണ് എസ്ട്രേഞ്ച്മെൻറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ അത് ആരാണ് തിയേറ്ററിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വലിയ ഡൗട്ട് വരേണ്ട കാര്യമില്ല. ബെർട്ടോൾട്ട് ബ്രെറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? ബെർട്ടോൾട്ട് ബ്രെറ്റ് ആണ് ആക്ച്വലി ഈ ഒരു വെർഫ്രംഡൻസ് എഫക്റ്റ് അല്ലെങ്കിൽ എസ്ട്രേഞ്ച്മെൻറ്റ് എഫക്റ്റ് കൊണ്ടുവരുന്നത്. എന്താ എസ്ട്രേഞ്ച്മെൻറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എവറിഡേ ലൈഫിൽ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും കൺഫ്രണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ വളരെ ഡീഫെമിലിയറൈസ് ചെയ്ത്, നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് ചെയ്ത്, വളരെ സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റിനെയാണ് എസ്ട്രേഞ്ച്മെൻറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ബെർട്ടോൾട്ട് ബ്രെറ്റ് നമുക്കറിയാം, ഹി വാസ് ട്രൂലി പൊളിറ്റിക്കൽ, വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു. സോ ആക്ച്വലി ഈ ഒരു എസ്ട്രേഞ്ച്മെൻറ്റ് എഫക്റ്റിൻ്റെ ആ ഒരു കോസ് എന്ന് പറയുന്നത്, നമ്മൾ വളരെ എന്നും കാണുന്നത്, നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്ന ആ ഒരു ഡെയിലി പൊളിറ്റിക്കൽ ഇഷ്യൂസിനെയൊക്കെ തന്നെയും വളരെ സ്ട്രേഞ്ച് ആയിട്ട് നമ്മുടെ മുന്നിൽ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കാണിക്കുന്നത്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്താ വെച്ചിരിക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയാറില്ലേ, നമ്മുടെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ സംഭവമായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ദൂരെ നമ്മളതിനെ വളരെ നെഗ്ലക്റ്റ് ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ എസ്ട്രെയിൻ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് വെർഫ്രംഡൻസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഡീഫെമിലിയറൈസേഷൻ, എസ്ട്രേഞ്ച്മെൻറ്റ് എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. സോ ബെർട്ടോൾട്ട് ബ്രെറ്റ്, B goes for 3. Now comes for A, last one. സോ ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ നമുക്കറിയാം, നമ്മൾ മാസ്റ്റീവ് ഫോളോയിങ്ങിൽ ബാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ക്ലോസ്ലി അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് വിട്ടുപോകുന്ന ഒന്നിനെ നമ്മൾ ക്ലോസ്ലി കണക്ട് ചെയ്യും. അതല്ല, തിയേറ്റർ ഓഫ് എപ്പിസോഡ് നമുക്കറിയാവുന്ന കാര്യമാണ്. പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ടെക്നിക്കാണ് തിയേറ്റർ ഓഫ് ദി എപ്പിസോഡ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ സമയത്ത് കംപ്ലീറ്റ്ലി വേൾഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സൊസൈറ്റി ഷാറ്റേഡ് ആയിരുന്നു. എബ്സേർഡ് ലൈഫാണ് ദേ ആർ ഡീലിംഗ് വിത്ത്. ആ ഒരു എബ്സേർഡ് ലൈഫിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമുവൽ ബെക്കറ്റിനെ പോലുള്ള റൈറ്റേഴ്സ്, ഹെറോൾഡ് പിൻറ്റോണിനെ പോലെയൊക്കെ റൈറ്റേഴ്സ് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ ഫോമാണ് ആക്ച്വലി ഈ തിയേറ്റർ ഓഫ് എബ്സേർഡ് എന്ന് പറയുന്നത്. സോ ഒരു എബ്സേർഡ് തിയേറ്റർ എന്നുള്ള ടേം കോയിൻ ചെയ്തത് ഇവിടെ സാമുവൽ ബെക്കറ്റിനെ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് മാർട്ടിൻ ലെസ്ലിൻ, ആൻഡ് മാർട്ടിൻ ലെസ്ലിൻ ഇസ് ദി പേഴ്സൺ ഹു കോയിൻഡ് ദാറ്റ് ടേം. തിയേറ്റർ ഓഫ് ദി എബ്സേർഡ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ഇറ്റ് വാസ് മാർട്ടിൻ ലെസ്ലിൻ ത്രൂ ദി സെയിം ടെക്സ്റ്റ് വിത്ത് ദി സെയിം നെയിം. ആ ഒരു ടെക്സ്റ്റിൻ്റെ നെയിമും തിയേറ്റർ ഓഫ് ദി എബ്സേർഡ് എന്ന് തന്നെ ഉള്ളതായിരുന്നു. ഓക്കെ, Martin Leslin who coined the word theatre of the absurd. Okay, so this is all about. So A goes for 4. So the correct answer is A 4, B 3, C 1 and D 2. Okay, so this is the correct thing regarding massive following. Now coming to the third one. നിങ്ങൾ ഇങ്ങനത്തെ ഡ്രമാറ്റിക് ടെക്നിക്സ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ ചില കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ പ്രീ റാഫ്ലേറ്റ് ബ്രദർഹുഡ് പോലെയുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള പഠിക്കുന്ന സമയത്ത് മേജർ പ്രൊപ്പണൻസിൻ്റെയും അതിൻ്റെ ബിഹൈൻഡ് വരുന്ന ഫോളോവേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ തന്നെ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ അത് മാസീവ് ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കാണാം, അതിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് ലിറ്റററി ടെക്നിക്, ദാറ്റ് ഈസ് എ മാജിക്കൽ റിയലിസം.
സോ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് മാജിക്കൽ റിയലിസം ആണ്. നമുക്ക് മാജിക്കൽ റിയലിസം എന്താണെന്നറിയാം. സം റൈറ്റേഴ്സ് ആർ ഗിവൺ ഹിയർ: R.K. നാരായൺ, സൽമാൻ റുഷ്ദി, V.S. നെയ്പോൾ, ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസ് ആൻഡ് മുൽക്ക് ആനന്ദ്. കുറച്ച് റൈറ്റേഴ്സിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. സോ നമുക്കറിയാം വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. മാജിക്കൽ റിയലിസം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന റൈറ്റർ എന്ന് പറയുന്നത്, അതിൻ്റെ ഫാദർ ഫിഗർ എന്ന് പറയുന്നത് മാർക്കിസിൻ്റെ 100 Years of Solitude, ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ ഒക്കെ തന്നെ മാജിക്കൽ റിയലിസത്തിൻ്റെ പ്രോപ്പർ ബൈബിൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഹെയിൽ ചെയ്യാവുന്ന വർക്ക്സ് ആണ് മാർക്യൂസിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. സോ വാട്ട് അബൌട്ട് മാജിക്കൽ റിയലിസം? നമുക്കറിയാം ഫാൻറ്റസി വർക്ക്സ് ആയിരിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ മലയാളം മൂവീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ അബൌട്ട് ഹാരി പോട്ടർ സീരീസ്, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് റെഡ് മാർക്യൂസ് ഓർ സൽമാൻ റുഷ്ദി, ഓർ ദി ബേസിക് എക്സാമ്പിൾ റിഗാർഡിംഗ് ഫിലിംസ് ഈസ് ദാറ്റ് ഇഫ് യു ഹാവ് സീൻ ആമീൻ, ലിജോ ജോസ് പെലിശ്ശേരിയുടെ ആമീൻ ഫിലിം, അതുപോലെ തന്നെ ദർ ഇസ് എ ഫിലിം ആക്റ്റഡ് ബൈ ആസിഫ് അലി, ഇബ്ലീസ് എന്ന് പറയുന്ന മൂവി ഉണ്ട്. ദിസ് ഓൾ ഹാവ് ദി എലമെന്റ്സ് ഓഫ് മാജിക്കൽ റിയലിസം. യു ക്യാൻ സീ ഇറ്റ്സ് പ്രസന്റഡ് very real, in a very really way, or the extreme reality having fantasy elements. വളരെ റിയാലിറ്റിയിൽ നമ്മൾ ഫാൻറ്റസി എലമെൻറ്റ്സ്, ഡ്രീം എലമെൻറ്റ്സ് ഉണ്ട്, ബട്ട് വി ഫീൽ ഇറ്റ് ആസ് വെരി റിയൽ. നമുക്കത് വായിക്കുമ്പോഴോ നമുക്കത് കാണുമ്പോഴോ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ദിസ് ഈസ് ട്രൂലി റിയലിസ്റ്റിക്. ആ ഒരു ട്രൂലി റിയലിസ്റ്റിക് എന്നുള്ള ഫീലിലാണ് നമുക്കത് എപ്പോഴും നമ്മൾ എടുക്കുന്നത്. ബട്ട് ദി തിങ് ഈസ് ദാറ്റ് എങ്ങനെയാണ് ഫാൻറ്റസി എലമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇബ്ലീസ് എന്നൊക്കെയുള്ള ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. നമുക്ക് വളരെ ഫാൻറ്റസി ഫീലിംഗ് ആണ്, പക്ഷേ അറ്റ് ദി സെയിം ടൈം വി ഫീൽ ഇറ്റ് ആസ് വെരി റിയൽ. നമുക്ക് എന്ത് തോന്നും? വളരെ റിയൽ ആയിട്ട് തോന്നുന്ന വർക്ക്സ് ആണ് ആക്ച്വലി എന്തിൻ്റെത്? ഈ ഒരു മാജിക്കൽ റിയലിസം വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദി റൈറ്റേഴ്സ് ഓഫ് മാജിക്കൽ റിയലിസം. സോ ഇതിലിപ്പോൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല, മാർക്കിസിൻ്റെ വർക്ക്സ് എല്ലാം തന്നെ, അല്ലെങ്കിൽ ഫാദർ ഫിഗർ ആണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. സോ മാർക്യൂസ് എന്ന് പറയുന്നത് അതിൽ ഫ്രം ദി ഫോളോയിങ് റൈറ്റേഴ്സ് ഹു ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ മാർക്യൂസ് മാത്രമല്ല, വൺ മോർ റൈറ്റർ ഈസ് ദെയർ. ബാക്കിയുള്ളതൊക്കെ ഇന്ത്യൻ റൈറ്റേഴ്സ് ആണ്. നെയ്പിൾ ഉണ്ട്, സൽമാൻ റുഷ്ദി ഉണ്ട്, R.K. നാരായൺ ഉണ്ട്, അതുപോലെ തന്നെ മുൽക്ക് ആനന്ദും ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഫിഗർ ഈസ് ആക്ച്വലി സൽമാൻ റുഷ്ദി. ആക്ച്വലി ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസും സൽമാൻ റുഷ്ദിയുടെ റൈറ്റിംഗ്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ബോത്ത് ഓൾവേസ് പ്രിഫേർഡ് മാജിക്കൽ റിയലിസം. പക്ഷേ ദി ഡിഫറൻസ് ഈസ് ദാറ്റ് സൽമാൻ റുഷ്ദിയുടെ വർക്കിൽ എപ്പോഴും ഹി ഓൾവേസ് വെൻ ഫോർ ഹിസ്റ്ററിക്കൽ ഫിക്ഷൻ. ഹിസ്റ്ററിക്കൽ എലമെൻറ്റ്സ് എടുത്തിട്ട് വളരെ റിയൽ ആയിട്ട് അതിൽ ഫാൻറ്റസി ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഇപ്പോൾ യു ക്യാൻ ഗോ ത്രൂ മിഡ് നൈറ്റ് ചിൽഡ്രൻ, അല്ലെങ്കിൽ സേറ്റനിക് വോയിസസ്, ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഹിസ്റ്ററിക്കൽ എലമെൻറ്റ്സ് എടുത്തിട്ട്, ഹിസ്റ്ററിക്കൽ ഒക്കറൻസസ് എടുത്തിട്ട് വളരെ മാജിക്കൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആക്ച്വലി സൽമാൻ റുഷ്ദി ഓൾവേസ് പോർട്രേഡ് ഹിസ് ക്യാരക്ടേഴ്സ് ആസ് വെൽ ആസ് ഹിസ് വർക്ക്സ്. ഓക്കെ, സോ ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഇപ്പം ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ ആണെങ്കിലും, ഇപ്പോൾ 100 Years of Solitude ഒക്കെ വായിച്ചാൽ നമുക്കറിയാം, വായിച്ചവർക്കറിയാം, നമ്മളൊരു നീണ്ട ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടായിരിക്കും ക്യാരക്ടേഴ്സിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുക. അത്രമാത്രം ഡെപ്തിൽ പോകുന്ന വർക്കാണ്. സോ വി ഫീൽ ഇറ്റ് ആസ് വെരി റിയൽ, ഹാവിങ് സം മാജിക്കൽ എലമെന്റ്സ്. ദാറ്റ് ഇസ് ദി പെക്യുലിയാരിറ്റി ഓഫ് മാജിക്കൽ റിയലിസം. സോ ദി റൈറ്റേഴ്സ് ഹിയർ ആസ്ക്ഡ് ആർ, ദി കറക്റ്റ് ആൻസർ ഈസ് ബി ആൻഡ് ഡി. ബിയും ഡിയും ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സൽമാൻ റുഷ്ദിയും അതുപോലെ തന്നെ ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസും ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ വരുന്ന സമയത്ത് ഗോ ത്രൂ ഇറ്റ്. നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്? എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഇതിൽ നിന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരൊറ്റ ഓപ്ഷൻ, ഇൻകറക്റ്റ് ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ എപ്പോഴും ഒരുപാട് പേര് ഇതൊക്കെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, ഈ നോട്ട് കാണില്ല. ഈ നോട്ട് ട്രൂ എന്നുള്ള ആ ഒരു നോട്ട് കാണില്ല. പകരം എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും അടയാളപ്പെടുത്തി വെക്കും. So always read the question twice. So coming to, which of the following is not right about or is not true about Jean Rice White Sargasso Sea? White Sargasso Sea കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ വി വാണ്ട് ടു ഐഡൻറ്റിഫൈ ഇറ്റ്. നമുക്കറിയാം വൈറ്റ് സർഗാസോ സീ ജീൻ റൈസിൻ്റെ വർക്കാണ്. സോ റിഗാർഡിങ് ജീൻ റൈസ് എങ്ങനെയാണ്? കാരണം നമ്മൾ ഷാർലറ്റ് ബ്രോണ്ടിയുടെ ജെയിൻ എയർ, അതിവിടെ ഒരു ഓപ്ഷനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ജെയിൻ എയർ ബൈ ഷാർലറ്റ് ബ്രോണ്ടി നമ്മൾ ആ ഒരു വിക്ടോറിയൻ ടൈമിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളതും ഡിസ്കഷൻസ് പോയിട്ടുള്ളതും അനലിറ്റിക്കലായിട്ടുള്ള വർക്കാണ്. സോ അതിലാണ് ഈ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത്. ആ ഒരു വർക്കിൽ നിന്ന് അതിലെ ക്യാരക്ടേഴ്സിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്, ജെയിൻ എയറിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജീൻ റൈസ് എഴുതിയിട്ടുള്ള നോവലാണ് വൈറ്റ് സർഗാസോ സീ എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റ് സർഗാസോ സീ എന്ന് പറയുന്നത്. ആൻഡ് സോ അത് ഇവിടെ ക്ലിയർ ആണ്. സോ ദിസ് ഓപ്ഷൻ ഈസ് റൈറ്റ്. ഈ ഒരു ഓപ്ഷൻ റൈറ്റ് ആണ്, നമുക്ക് മനസ്സിലായി. ഇറ്റ് ടേക്സ് എ തീംസ് ആൻഡ് മെയിൻ ക്യാരക്ടേഴ്സ് ഫ്രം ദി നോവൽ ജെയിൻ എയർ ബൈ ഷാർലറ്റ് ബ്രോണ്ടി. അതിൽ പറയുന്നുണ്ട്, അതിൽ മിസ്റ്റർ റോച്ചസ്റ്ററിൻ്റെ വൈഫായിട്ട് മാഡ് വിമനെ പറയുന്നുണ്ട്. മാഡ് വിമൻ ഇൻ ദി അറ്റിക് എന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു മാഡ് വിമൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ബേർത്ത എന്നാണ്. ആ ഒരു ബേർത്ത എന്നുള്ള ക്യാരക്ടറിനെ ആക്ച്വലി റീനെയിം ചെയ്തിട്ട്, ആക്ച്വലി ബേർത്ത എന്നുള്ളത് റീനെയിം ചെയ്ത നെയിമാണ്. ഇത് ഒറിജിനൽ നെയിം എന്ന് പറയുന്നത്
എൻഡോയിനെറ്റ് ആണ്. എൻഡോയിനെറ്റിൻ്റെ ക്യാരക്ടറിനെ റോച്ചസ്റ്റർ കൊണ്ടുവന്ന് ബേർത്താന്ന് റീനെയിം ചെയ്തിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ലോക്ക് ചെയ്തിട്ട് അവിടെ ഇട്ടേക്കുമായിരുന്നു എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിലാണ്, ആ ഒരു മാഡ് വുമൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ്. മാഡ് വുമൺ എന്നുള്ള രീതിയിലല്ല ജീൻ റൈസ് അവതരിപ്പിക്കുന്നത്. എന്താ മാഡ് വുമൺ എന്ന് അവളെ ഇങ്ങനെ അടിച്ചമർത്തപ്പെടുക അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് അവളെ അങ്ങനെ നെയിം ചെയ്ത് അവൾക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നാണ് ജീൻ റൈസ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. എനിഹൗ two questions are given there. Two options are given there. So first one is about it takes its theme and main character from Jane Eyre. അത് റൈറ്റ് ആണ്. അതേപോലെ തന്നെ ആൻറ്റോണിയറ്റിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളതും റൈറ്റ് ആണ്. ദെൻ കംസ് ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1966. 1966 പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്നും ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. 1966 ഒരു വർക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് അബൌട്ട് ആക്ഷൻ ഓഫ് ദി നോവൽ ടേക്സ് പ്ലേസ് ഇൻ സൗത്ത് ആഫ്രിക്ക. സോ എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു വർക്ക് എടുക്കുമ്പോഴും അതിൻ്റെ സെറ്റിംഗ് എവിടെയാണെന്നുള്ളത് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആക്ച്വലി ഇവിടെ സൗത്ത് ആഫ്രിക്ക എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ജമൈക്ക. ജമൈക്കയിലാണ് ആ ഒരു പ്രോപ്പർ നടക്കുന്നത്. ഓക്കെ, സോ ആൻറ്റോയിനെറ്റ് ആണ് അതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ആൻറ്റോയിനെറ്റിൻ്റെ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഒരു കൈൻഡ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റ് പ്രീക്വൽ ആണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ സീക്വൽ, ഇറ്റ്സ് എ ഫെമിനിസ്റ്റ് പ്രീക്വൽ റിട്ടൺ ബൈ ജീൻ റൈസ്. സോ ഫെമിനിസ്റ്റ് പ്രീക്വലാണ് എഴുതിയിരിക്കുന്നത്. സോ ആൻഡ് ദിസ് മാൻ മിസ്റ്റർ റോച്ചസ്റ്റർ ഹി ഐസൊലേറ്റ്സ് ഹെർ ഫ്രം എവറിത്തിങ്. സൊസൈറ്റിയിൽ നിന്നും വീട്ടിൽ നിന്നും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ നിന്നും ഫാമിലി മെമ്പേഴ്സിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും അവളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ നിന്നും എല്ലാം ഐസൊലേറ്റ് ചെയ്തിട്ട് ലോക്കപ്പ് ചെയ്യുന്നൊരു സ്റ്റോറിയാണ് ഇറ്റ് ഈസ് ടോൾഡ് അബൌട്ട്. ആക്ച്വലി ജെയിൻ എയർ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് വി ഡോണ്ട് ഹാവ് സച്ച് എ പെർസ്പെക്റ്റീവ്. ഒരിക്കലും ബേർത്തയുടെ പെർസ്പെക്റ്റീവിൽ വി വോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. ഹിയർ ജീൻ റൈസ് തിങ്ക് ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് ബേർത്ത. Okay, so that's about the fifth question. Now we are moving to the next question. Who among the following was not a proponent of Oxford movement? ആക്ച്വലി ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൽ മെമ്പർ അല്ലാത്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെല്ലാവരും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജോൺ ഹെൻറി ന്യൂമാൻ, റിച്ചാർഡ് ഹ്യൂറൽ ഫ്രോഡ് ആൻഡ് എഡ്വേർഡ് ബൊവറി പ്യൂസി ആൻഡ് ചാൾസ് കിങ്സ്ലി. ഈ റൈറ്റേഴ്സിനെ എല്ലാം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാവരും ചേർച്ചുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ആക്ച്വലി ഈവൻ ദോ ദ നെയിം ഈസ് ഗിവൺ ആസ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ്, ഇവരെല്ലാവരും ഓക്സ്ഫോർഡ് ഗ്രാജുവേറ്റ്സ് ആണ്. അവിടുത്തെ കോളേജിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലും ഒക്കെ ആയിട്ട് പഠിച്ചവരാണ്. സോ ദേ വേർ റിയലി അസോസിയേറ്റഡ് വിത്ത് ഓർ ഇൻവോൾവ് വിത്ത് ചേർച്ചുമായിട്ടുള്ള റിലേഷനിലാണ് ഈ ഒരു ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് വരുന്നത്. സോ ഒരു ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ദി തിങ് ഈസ് ദാറ്റ് 1830s വന്നിട്ടുള്ള 1830s എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, സോ 1830s വന്നിട്ടുള്ള വളരെ ഹൈ ആയിട്ടുള്ള പൊസിഷനിലുള്ള ആ ഒരു ചേർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീസ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇവൻച്വലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വേ വെൻറ്റ് ഫോർ എ ആംഗ്ലോ കാത്തലിക് ചേർച്ച്. അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആംഗ്ലോ കാത്തലിക് ചേർച്ച് ആയിരുന്നു. ഓക്കെ, സോ ആംഗ്ലോ കാത്തലിക് ചേർച്ച് ആയിരുന്നു അവരുടെ ആ ഒരു ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റിൻ്റെ ഉദ്ദേശം. ആൻഡ് ദേ വെയർ ഓൾ റിലേറ്റഡ് ടു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. പിന്നീട് ഈ മെമ്പേഴ്സ് എല്ലാം ആക്ച്വലി ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ജോൺ ഹെൻറി ന്യൂമാനും എഡ്വേർഡ് ബ്യൂവറി പ്യൂസിയുമാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ആക്ച്വലി മേജർ പ്രൊപ്പണൻസ് അല്ലെങ്കിൽ മേജർ ഇൻവെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ആംഗ്ലോ കാത്തലിക് ചേർച്ച് എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു, കുറച്ചൊന്ന് യൂണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇവരെല്ലാം തന്നെ റോമൻ കാത്തലിസിസത്തിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ അവർ മതം മാറുന്ന അല്ലെങ്കിൽ അവർ കൺവേർട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി എപ്പോഴും പഠിക്കുന്ന സമയത്ത് യു ക്യാൻ സി, ഇപ്പം നമ്മൾ ഡ്രൈഡനെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ യു ക്യാൻ സി ആ ഒരു ആംഗ്ലിക്കൻ അല്ലെങ്കിൽ കാത്തലിക് എന്നൊക്കെ പറയുന്നത് ആ ഒരു കൺവേർഷനും അതേപോലെ തന്നെ അവരുടെ ആ ഒരു സ്റ്റാൻഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ഡ്രൈഡനെ പഠിക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ക്ലിയർ, നമ്മൾ ആംഗ്ലിക്കൻ സപ്പോർട്ടിൽ എഴുതിയിട്ടുള്ള വോക്കുണ്ട്, കാത്തലിക് സപ്പോർട്ടിൽ എഴുതിയിട്ട് വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു കൺവേർഷനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയിട്ടുള്ള വർക്ക് ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ എനി ഹൗ ന്യൂമനും പ്യൂസിയുമാണ് അതിൻ്റെ മേജർ ഇൻവെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് അതിലുള്ള ഒരുപാട് പേരിലൊരാളാണ് റോബർട്ട് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് പേരുണ്ട്, ജോൺ കെബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഐസക് വില്യംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മെമ്പേഴ്സ് ഇതിലുണ്ട്. ബട്ട് എനി ഹൗ ചാൾസ് കിങ്സ്ലി ഹി വാസ് എൻ ഇംഗ്ലീഷ് പ്രീസ്റ്റ് ആയിരുന്നു. ബട്ട് ഹി വാസ് ട്രൂലി അസോസിയേറ്റഡ് വിത്ത് വർക്കിംഗ് ക്ലാസ് ഓഫ് ഇംഗ്ലണ്ട്. ആ ഒരു വർക്കിംഗ് ക്ലാസ് ഓഫ് ഇംഗ്ലണ്ടിലായിരുന്നു അയാൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ലേബർ കോർപ്പറേറ്റീവ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, ബട്ട് ഇറ്റ് വാസ് ഫെയിൽഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ആ ഒരു ടൈമിൽ
ഫെയിലിയർ ആയിരുന്നു. ബട്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസറും സോഷ്യൽ റിഫോമറും പ്രീസ്റ്റും ഒക്കെ തന്നെയായിരുന്നു ചാൾസ് കിങ്സ്ലി. ബട്ട് ഹി വാസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഓക്സ്ഫോർഡ് മൂവ്മെന്റ്. പ്യുവർലി റിലീജിയസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിലല്ല ചാൾസ് കിങ്സ്ലി വരുന്നത്. ഹി വാസ് അസോസിയേറ്റഡ് ആസ് എ സോഷ്യൽ റിഫോമർ. ഈ പറഞ്ഞ പോലെ ലേബർ കോർപ്പറേറ്റീവ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അന്നത്തെ കാലത്ത്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ വെരി സക്സസ്ഫുൾ. പിന്നീട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പിന്നീട് അതിന് ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് പിന്നീട് ഒരുപാട് മൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നോട്ട് എ പ്രൊപ്പണന്റ് ഓഫ് ഓക്സ്ഫോർഡ് മൂവ്മെന്റ്. അതിൽ ഓൾ വൺ ഔട്ട് ആയിട്ട് വരുന്നത് ചാൾസ് കിങ്സ്ലി ആണ്. ആൻഡ് ദി ആൻസർ ഈസ് ഡി. Now coming to the next question, 7th question about phallogocentrism. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വേർഡാണ് ഫാലോഗോസെൻട്രിസം എന്ന് പറയുന്നത്. ഫാലോഗോസെൻട്രിസം നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 അതർ വേർഡ്സ് വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട്. ഈ ഒരു ഫാലോഗോസെൻട്രിസം എന്നുള്ള ടേമും കോൺസെപ്റ്റും ഒക്കെ പിന്നീട് ഫെമിനിസ്റ്റ് സർക്കിളിലൊക്കെ ഒരുപാട് ഫെമിനിസ്റ്റ് റൈറ്റിംഗ്സിലൊക്കെ ആ ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് വന്നിട്ടുള്ള വേർഡാണ് ഫാലോഗോസെൻട്രിസം എന്ന് പറയുന്നത്. സോ നമ്മൾ ഫാലോഗോസെൻട്രിസം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വി നീഡ് ടു അനലൈസ് 2 other words, that is 2 other terms, that is phallocentrism and logocentrism. And some it's asked who coined the term, and some options are given there: Louis Irigaray, Jacques Derrida, Jacques Lacan and Sigmund Freud. So Sigmund Freud il varunilla, Sigmund phallocentrism il varunundu, പക്ഷേ Sigmund Freud ഇവിടെ വരുന്നില്ല. ലൂയിസ് ഇറിഗറയും വരുന്നില്ല, Jacques Lacanum വരുന്നില്ല. Actually this person who is the proponent of deconstruction coined this term phallogocentrism. നമുക്കറിയാം ഫാലോഗോസെൻട്രിസം ആ ഒരു ഫാലസ് എന്നുള്ളത് മെയിൽ ഓർഗൻ ആണ് അല്ലേ. ആ ഒരു മെയിൽ ഓർഗനിൽ ദേ ഫീൽ ദാറ്റ് സം കൈൻഡ് ഓഫ് ഡോമിനേഷൻ ഈസ് ദെയർ. സോ ആ ഒരു ഡോമിനേഷനിൽ സൊസൈറ്റിയുടെ സ്ട്രക്ചറിലും അതുപോലെ തന്നെ റൈറ്റിങ്ങിലും സിമ്പിൾസിലും എല്ലാം തന്നെ അവർ കൊണ്ടുവരുന്ന ആ ഒരു ഡോമിനേഷനെയാണ് ആക്ച്വലി ഹി മെൻ ബൈ ദി വേർഡ് ഫാലോഗോസെൻട്രിസം. സോ ഫാലോസെൻട്രിസവും ലോഗോസെൻട്രിസവും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു പോർട്ട്മാൻറ്റീവ് ആയിട്ട് കെയിം ദി വേർഡ് phallogocentrism. Okay, actually it was coined by French theorist Jacques Derrida. ഫാലസ് അല്ലെങ്കിൽ മെയിൽ സെക്ഷൻ ഓർഗൻ ആണ് എല്ലാ സിംബോളിക് ഓർഡറിൻ്റെയും അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ലാംഗ്വേജിൻ്റെയും ഇതിൻ്റെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഫാലോഗോസെൻട്രിസം മീൻസ്. ഫാലോസെൻട്രിസം എന്ന് വെച്ചാൽ ഫാലസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫാലസ് സെൻറ്റർ ആയിട്ട് വരിക. ലോഗോസെൻട്രിസം ദി ഡോമിനേഷൻ ഓഫ് റൈറ്റിംഗ് ഓവർ സ്പീച്ച്. ഓക്കെ, സോ അതാണ് ഇവിടെ വീണ്ടും ഫാലോഗോസെൻട്രിസം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു റൈറ്റിംഗിലേക്ക് അല്ലെങ്കിൽ മോസ്റ്റ് കൾച്ചേഴ്സിലേക്ക് എന്താണ് വരുന്നത്, സോഴ്സ് ഓഫ് ലാംഗ്വേജിലേക്ക് എന്താ വരുന്നത്, ഇറ്റ്സ് അബൌട്ട് ഫാലസ് ആണ് ഡോമിനേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സെൻറ്റർ പൊസിഷനിലേക്ക് വരുന്നത്. ആൻഡ് ദി ടേം വാസ് കോയിൻഡ് ബൈ ഫാലോഗോസെൻട്രിസം വാസ് കോയിൻഡ് ബൈ ജാക്ക് ഡെറിഡ. ഫ്രഞ്ച് തിയറിസ്റ്റ് ആണ്. ഡീകൺസ്ട്രക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ടേമാണ്. ആൻഡ് കമ്മിങ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് ലിറ്ററേച്ചർ റിവ്യൂ. നമുക്കറിയാം നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് പേപ്പർ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു നോ അബൌട്ട് ദി വേർഡ് ലിറ്ററേച്ചർ റിവ്യൂ. നമ്മൾ അതിലൊരു ചാപ്റ്റർ ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രീ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വർക്ക്സുകൾ വായിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ റിസർച്ച് ചെയ്യുന്നൊരു ടോപ്പിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അതുവരെ നടന്നിട്ടുള്ള എല്ലാ വർക്ക്സും ഐ വുഡ് ബി റീഡിങ് വിത്ത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വായിക്കുന്നത്? ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലിറ്ററേച്ചർ റിവ്യൂ ഒരിക്കലും സൈറ്റേഷൻ ഡീറ്റെയിൽസ് അല്ല, അതുപോലെ തന്നെ പ്രൈമറി സോഴ്സസിൻ്റെ ലിസ്റ്റ് അല്ല, അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസും അല്ല. ഇറ്റ്സ് അബൌട്ട് ദി ഡിസ്കഷൻ ഓഫ് വർക്ക്സ് ഓൾറെഡി റിസർച്ച് ഇൻ എ റിലവൻറ്റ് സബ്ജക്റ്റ് ഏരിയ. നമ്മൾ ആ എടുക്കുന്ന ആ ഒരു റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏരിയയിൽ എത്ര വേറെ റിസർച്ചസ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രയറായിട്ട് നടന്നിട്ടുള്ള റിസർച്ചസ്, അതുപോലെ തന്നെ അതിൽ റിസർച്ച് ഗ്യാപ്പുകൾ ഉണ്ടാവും. നമുക്ക് ഫർദർ റിസർച്ച് കൊണ്ടുപോകാനുള്ള ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ടാവും. സോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റിസർച്ച് എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിന് പ്രയറായിട്ട് സ്റ്റഡി നടത്തിയവർ, റിസർച്ച് ചെയ്തവർ, അവരുടെ ഫൈൻഡിങ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും വായിച്ചു നോക്കാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിത്തിൻ 5 ഇയേഴ്സോ അല്ലെങ്കിൽ വിത്തിൻ 7 ഇയേഴ്സോ ഒക്കെ നമ്മൾ വായിച്ചു നോക്കാറുണ്ട്. സോ അതിൻ്റെ ആ ഒരു വർക്ക്സിനെയാണ്, ആ ഒരു ഡിസ്കഷൻ ഓഫ് വർക്ക്സിനെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള വർക്ക്സിൻ്റെ ഡിസ്കഷനെയാണ് ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് ലിറ്ററേച്ചർ റിവ്യൂ. നമ്മൾ ഏതൊരു വർക്ക് എടുത്താലും, ഏതൊരു തീസിസ് എടുത്താലും, ഏതൊരു സ്റ്റഡി എടുത്താലും ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് കൂടിയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തു ആ ഒരു ക്യാൻസൽ എക്സാമിൽ നിന്ന്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ആൻസർ കീ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യും. അതേപോലെ തന്നെ ഉടനെ തന്നെ റിസൾട്ടും വരും. സോ റിസൾട്ട് വരുന്ന ടൈമിൽ വരുന്നൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിസംബറിലേക്ക് അടുത്ത എക്സാം എന്തായാലും ടൈമിനുണ്ടാവും. ഒരിക്കലും അത് ലേറ്റ് ആവാനുള്ള യാതൊരു ചാൻസസും കാണുന്നില്ല.
സോ ദി തിങ് ഈസ് ദാറ്റ് നമ്മുടെ JRF ട്രാക്ക് ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റിൽ ഓപ്പൺഡ് ആണ്, സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. ആൻഡ് ദി തിങ് ഈസ് ദാറ്റ് ജോയിൻ സൂൺ എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ചാണ്, ഒരുപാട് റിസോഴ്സസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ചാണ്. ലൈവ് ക്ലാസ്സസ് ആണെങ്കിലും അതുപോലെ തന്നെ റെക്കോർഡിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഈവൻ തോ നിങ്ങൾ എന്തെങ്കിലും സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിലും വി ഹാവ് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഹിയർ. ഓക്കെ, നിങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. സോ ഗോ ത്രൂ ഇറ്റ്. നമ്മുടെ JRF ട്രാക്ക് ബാച്ചിലേക്ക് ഏറ്റവും ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. സോ ഇതിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ ഫോം അവൈലബിൾ ആണ്. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എയ്ഫറിൻ്റെ ടീം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഏറ്റവും ഉടനെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും ആൻഡ് എല്ലാം അവർ റെഡിയാക്കി തരുന്നതാണ്. സോ ഇത് കൂടാതെ ഒരുപാട് ഓഫേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾ പഠിച്ചുകൊണ്ട് PG ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫറും, അതുപോലെ തന്നെ നിങ്ങൾ മദേഴ്സ് ആണെങ്കിൽ 20% ഓഫറും, ഗ്രൂപ്പായിട്ട് നിങ്ങൾ കുറേ പേര് കൂടിയിട്ട് ജോയിൻ ചെയ്യുകയാണ്, നിങ്ങൾ ഫാക്കൽറ്റീസ് ഒരുമിച്ചോ സ്റ്റുഡൻസ് ഒരുമിച്ചോ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫറും, അതേപോലെ തന്നെ ഇഫ് യു ആർ ആൻ എലിമിനി ഓഫ് എയ്ഫറിൻ്റെ എലിമിനി ആണെങ്കിൽ നിങ്ങൾക്ക് 35% ഓഫറും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഏറ്റവും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക, ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സോ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമുക്ക് പെപ്പോ 1നും അതുപോലെ തന്നെ ഇംഗ്ലീഷിനും ഗൈഡൻസ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസും ഫ്രീ ആയിട്ട് ക്ലാസ്സസും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. സോ ഗൈഡൻസ് ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ JRF ട്രാക്ക് ബാച്ചിലേക്കും ഏറ്റവും ഉടനെ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക, ഏറ്റവും ഉടനെ തന്നെ പഠിച്ചും തുടങ്ങുക. ഓക്കെ, സോ നമ്മൾ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ടു ലേറ്റ്. ഓക്കെ, ഡിസംബർ എക്സാം ഇത്രയും നേരത്തെ ആൻസർ കീ ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന സ്ഥിതിക്ക് ഡിസംബർ എക്സാം ആ കറക്റ്റ് ടൈമിൽ തന്നെ നടക്കും. സോ അത് ലേറ്റ് ആവും എന്ന് വിചാരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. ഓക്കെ, സോ ഏറ്റവും ഉടനെ തന്നെ നമ്മുടെ JRF ട്രാക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. സോ ഇതേപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്, ഇതേപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങളുടെ കൊളീഗ്സുമായിട്ടൊക്കെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. സോ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.